നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞിന്റെ കൊല സ്നേഹം പകുത്തുപോകുമോ എന്ന ഭയത്താൽ 12-കാരിയുടെ മൊഴിയിൽ പകച്ചു പോലീസ്. ഇതിനു മുൻപും വാക്സിനേഷൻ കാർഡ് ഉൾപ്പെടെ നശിപ്പിച്ചതായും മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തേക്കും. ലഹരിക്കെതിരെ മുൻപന്തിയിൽ നിന്ന് പൊരുതി സജീവ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ. സംഭവം വാടിക്കലിൽ. പിടിയിലായത് ധീരയിലെ പ്രവർത്തകൻ ഫാസിൽ. കരുതലിൽ മറ്റംഗങ്ങൾ. ജില്ലാ ആശുപത്രി ജീവനക്കാരനെ മർദ്ദിച്ച പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കക്കാട് സ്വദേശി മുഹമ്മദ് ദിൽഷാദ്. അറസ്റ്റ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സെക്യൂരിറ്റി പവനന് വിരലുകളിൽ പരിക്ക്. വാർത്തകൾ വിശദമായി. ചെറിയച്ഛന്റെ സ്നേഹം പകുത്തുപോകുമെന്ന തോന്നലാണ് കുഞ്ഞിനെ ഒഴിവാക്കാൻ പ്രേരണയായതെന്ന് കണ്ണൂരിലെ 12-കാരി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. മാതാപിതാക്കൾ ഒപ്പമില്ലാത്തതിനാൽ അച്ഛന്റെ അനിയനൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത്. 4 മാസം മുമ്പാണ് ചെറിയച്ഛന് കുഞ്ഞു പിറന്നത്. കഴിഞ്ഞ മാസമാണ് 12-കാരി പെൺകുട്ടിയെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ പെൺകുട്ടിക്ക് കുഞ്ഞിനോട് പകയായി. കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകളും കാർഡുകളും ഉൾപ്പെടെ നശിപ്പിച്ചതായും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിനോടുള്ള കരുതൽ കാണുമ്പോൾ ചെറിയച്ഛന് തന്നോട് സ്നേഹമല്ലാതായെന്ന് തോന്നിത്തുടങ്ങിയതാണ് ദേഷ്യത്തിന് കാരണമായതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിനെ മറ്റുള്ളവർ ലാളിക്കുന്നത് സഹിക്കാനായില്ല. ഇതേ തുടർന്ന് കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകളും കാർഡും താൻ ടെറസിന് മുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും കുട്ടി മൊഴി നൽകി. പിന്നീട് ഈ വാക്സിനേഷൻ രേഖകൾ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് ചെയ്തത് ചേച്ചി തന്നെയാണെന്ന് ആദ്യം ആർക്കും തോന്നിയില്ല. തനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നെന്ന് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ പോലീസിനെ അറിയിച്ചു. ചെറിയച്ഛനോട് വലിയ അടുപ്പമായിരുന്നു. എന്നാൽ കുഞ്ഞെത്തിയ ശേഷം അത് തിരിച്ചു ലഭിച്ചില്ലെന്നും കുട്ടി മൊഴി നൽകി. തന്നോടുള്ള സ്നേഹം പകുത്തുപോകുന്നതിന്റെ പ്രയാസം തന്നെയാണ് 12-കാരിയെ ഈ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. ഇന്ന് കുട്ടിയെ CWCക്ക് മുൻപാകെ ഹാജരാക്കി. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കല്ലിലാണ് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് 12-കാരി ബഹളം വെച്ചതോടെയാണ് കുടുംബം കുഞ്ഞിനെ തിരയുന്നത്. തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വാടക ക്വാർട്ടേഴ്സിലാണ് കുടുംബം താമസിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയാണ് 12-കാരി. കുട്ടിയുടെ അച്ഛൻ മരിക്കുകയും അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെയാണ് കുട്ടിയെ ഇവർ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്. കാർഷിക ആവശ്യത്തിന് ജലസേചനം നടത്തുന്നതിനായി ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴശ്ശി കനാൽ വൃത്തിയാക്കുന്ന ജോലി പുരോഗമിക്കുന്നു. പോഷക കനാലുകളും വൃത്തിയാക്കി കൃഷിക്കാവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുകയാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ലക്ഷ്യം. മാലിന്യ കൂമ്പാരമായി മാറിയ കനാൽ വൃത്തിയാക്കുന്നത് ഏറെ ദുഷ്കരമായിരുന്നുവെന്ന് കരാർ ഏറ്റെടുത്ത പ്രൈഡ് കമ്പനി പറഞ്ഞു. കാർഷിക ആവശ്യത്തിനായാണ് ജലസേചനം നടത്തുന്നതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴശ്ശി കനാൽ വൃത്തിയാക്കുന്ന ജോലി തുടരുന്നത്. മാലിന്യ കൂമ്പാരമായി മാറിയ കനാൽ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരോട് തെരുഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. വീതിയേറിയതും താഴ്ചയുള്ളതുമായ തലമുണ്ട, കാഞ്ഞിരോട് തെരു, അഞ്ചരക്കണ്ടി, വേങ്ങാട് ഭാഗങ്ങളിലെ കനാലുകളിലാണ് ഏറ്റവും വിഷമകരമായ പ്രവൃത്തി നടത്തേണ്ടി വന്നതെന്നും പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ ഇത്രമാത്രം ദുർഘടമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാലിന്യ നിക്ഷേപങ്ങളുടെ കൂമ്പാരവും വൻ പടുവൃക്ഷങ്ങളും നിറഞ്ഞ കനാൽ ഏറെ ശ്രമകരമായാണ് വൃത്തിയാക്കിയതെന്നും ഏറ്റെടുത്ത ജോലി എന്ത് നഷ്ടം സഹിച്ചും കൃത്യമായി ചെയ്ത് കനാൽ വൃത്തിയാക്കുമെന്നും ഇനിയെങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുകയോ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുകയോ ചെയ്ത് ജനങ്ങൾ സഹകരിച്ചാൽ തെളിനീരൊഴുകുന്ന കനാലുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് കരാർ ഏറ്റെടുത്ത പ്രൈഡ് കമ്പനി കോൺട്രാക്ടർ ദിനു പറഞ്ഞു. നമ്മുടെ പ്രൈഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കരാർ എടുത്തിരിക്കുന്നത്. ഇറിഗേഷനിൽ നിന്ന് എടുത്തതാണ്. കനാൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളതാണ്. ഏകദേശം എല്ലാം വൃത്തിയായി കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു 3-4 കട്ടാൻ കവറാണ് നമുക്കൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത്. നാട്ടുകാർ മൊത്തം വേസ്റ്റ്, നാട്ടുകാരെന്നല്ല അറിയില്ല ആരെ കൊണ്ട് ഇടുന്നതെന്ന്, സർവ്വ വേസ്റ്റ് വിട്ട് കനാൽ മൊത്തം ഇതാക്കിയിട്ടിരിക്കുകയാണ്. ഞങ്ങളതിപ്പം പണിയെടുക്കുന്നവർക്കും കഷ്ടപ്പാടാണ്, ഞങ്ങളുടെ കമ്പനിക്കും ഭയങ്കര ലോസാണ്. പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളത് ഏറ്റെടുത്ത് പോയി. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ വേസ്റ്റ് അവരവരുടെ വേസ്റ്റ് അവരവർ തന്നെ ഒന്നെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുക. ഇങ്ങനെ കനാലിൽ കൊണ്ടുപോയിട്ട് കനാൽ ഇതാക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളിതെല്ലാം വൃത്തിയാക്കും. കാരണം ഞങ്ങൾ ഏറ്റെടുത്ത് പോയി ഞങ്ങൾക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാക്സിമം വൃത്തിയാക്കി തരുന്നുണ്ട്. ഇനിയെങ്കിലും എല്ലാവരും സഹകരിക്കുക ഞങ്ങളോട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 14 കിലോമീറ്റർ കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. നെല്ലിന്റെ വിളവെടുപ്പിന് ശേഷം പോഷക കനാലുകളും വൃത്തിയാക്കി കൃഷിക്കാവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുകയാണ് ഇറിഗേഷൻ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിന്റെ 1ാം വാർഷികാഘോഷവും 14ാമത് പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാര സമർപ്പണവും 23-24 തീയതികളിൽ നടക്കും. ചിറക്കൽ ചിറയ്ക്ക് സമീപമുള്ള ശ്രീമംഗലം വയോജന സേവന കേന്ദ്രത്തിൽ
വിവിധ പരിപാടികളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ജഡ്ജി രാജേഷ് നെടുമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ, പുരസ്കാര ജേതാവ് AP പത്മിനി ടീച്ചർക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവും പൊന്നാടിയും 22,222 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കും. അധ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് ചെറിയ കുട്ടികളൊക്കെ ഇപ്പോഴും അമ്മൂമ്മ ടീച്ചർ എന്ന് ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ടീച്ചർ പ്രവർത്തിച്ചു വരികയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ടീച്ചർ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു, സാംസ്കാരിക രംഗത്തുണ്ട്, നല്ലൊരു പ്രാസംഗികയാണ്. ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയെ സംഘർഷവിരുദ്ധമായിരുന്ന നാളുകളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ കാലഘട്ടത്തിലൊക്കെ നിരാലംബരായ വീടുകളിൽ നേരിട്ടെത്തി ആ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യം പകർന്ന ഒരമ്മ കൂടിയാണ് ശ്രീമതി AP പത്മിനി ടീച്ചർ. ചിലപ്പോൾ പുരുഷന്മാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ വീടുകളിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവർക്ക് ഒരു സ്നേഹം പകർന്ന സ്വാതന്ത്ര്യസ്പർശം പകർന്ന ടീച്ചറാണ് നമ്മളിന്നിവിടെ ഈ തവണ ആചരിക്കുന്നത്. അതുപോലെ ടീച്ചർ സേവന മേഖലയിൽ ശ്രേയസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. 23 കാലത്ത് 7:30 60 വയസ്സ് കഴിഞ്ഞ ദമ്പതികൾ ചേർന്നുള്ള നടത്തം ഒരുമിച്ച് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന പരിപാടി ഡോക്ടർ ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK സുമോദ് അധ്യക്ഷത വഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ KP ജയബാലൻ മാസ്റ്റർ വാർഷിക സന്ദേശം നൽകും. പത്മശ്രീ SRD പ്രസാദ്, CK രാമവർമ്മരാജ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV സിന്ധു, രവീന്ദ്രനാഥ് ചേലേരി, PT രമേശ്, V ജയറാം എന്നിവർ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന ചിരിയും കാര്യവും എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് AV കേശവൻ മോഡറേറ്ററാവും. ചന്ദ്രൻ മന്ന അവതരിപ്പിക്കുന്ന നാടകം, ശ്രീമംഗലം അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന പാട്ടിന്റെ പാലാഴി, സംഗീതാലാപനം, വിനോദരംഗം, ഭക്തിഗാനസുധ, CK സുരേഷ് വർമ്മ, സുമാ സുരേഷ് വർമ്മ, ഗോപികൃഷ്ണൻ എന്നിവർ നയിക്കുന്ന വീണ കച്ചേരി എന്നിവയും തുടർന്ന് നടക്കും. രണ്ടാം ദിവസമായ 24 കാലത്ത് 10 മണിക്ക് പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ KP രവീന്ദ്രൻ നയിക്കുന്ന ഹൗ ഓൾഡ് ആർ യു, PV ഭാർഗവൻ നേതൃത്വം നൽകുന്ന ഓർമ്മിക്കാം പുരാണങ്ങളിലെ മൂല്യങ്ങൾ, ശ്രീമംഗലം കുടുംബാംഗങ്ങൾ നേതൃത്വം നൽകുന്ന നാടൻ പാട്ടുകൾ, വിനോദരംഗം എന്നിവയും നടക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന 14ാമത് പ്രൊഫസർ T ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാര സമർപ്പണ സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ KP ജയബാലന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം അധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് രക്ഷാധികാരി അഡ്വക്കേറ്റ് KK ബൽറാം പ്രൊഫസർ T ലക്ഷ്മണൻ മാസ്റ്റർ അനുസ്മരണം നടത്തും. പുരസ്കാര നിർണയ സമിതി ചെയർമാൻ A ദാമോദരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ പുരസ്കാര ജേതാവ് AP പത്മിനി ടീച്ചർക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവും പൊന്നാടിയും 22,222 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കും. പ്രശസ്ത യുവ പിന്നണി ഗായകൻ NC റോഷൻ വിശിഷ്ടാതിഥിയാവും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, ഭാരതീയ വിദ്യാനികേതൻ മുൻ ക്ഷേത്രീയ സംസ്ഥാന സെക്രട്ടറി AC ഗോപിനാഥ്, RSS കണ്ണൂർ വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് CK ശ്രീനിവാസൻ എന്നിവർ സംസാരിക്കും. പുരസ്കാര ജേതാവ് AP പത്മിനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തും. ട്രസ്റ്റ് സെക്രട്ടറി P സജീവൻ മാസ്റ്റർ സ്വാഗതവും സർവമംഗള സാംസ്കാരിക സമിതി സെക്രട്ടറി M നാരായണൻ നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് KP രാജീവ്, ട്രസ്റ്റ് സെക്രട്ടറി P സജീവൻ മാസ്റ്റർ, സ്വാഗത സംഘം ചെയർമാൻ KP ജയബാലൻ, പുരസ്കാര നിർണയ സമിതി ചെയർമാൻ A ദാമോദരൻ, സർവമംഗള സാംസ്കാരിക സമിതി പ്രസിഡന്റ് AV പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞിന്റെ കൊല സ്നേഹം പകുത്തുപോകുമോ എന്ന ഭയത്താൽ 12-കാരിയുടെ മൊഴിയിൽ പകച്ചു പോലീസ്. ഇതിനു മുൻപും വാക്സിനേഷൻ കാർഡ് ഉൾപ്പെടെ നശിപ്പിച്ചതായും മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തേക്കും. ലഹരിക്കെതിരെ മുൻപന്തിയിൽ നിന്ന് പൊരുതി സജീവ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ. സംഭവം വാടിക്കലിൽ. പിടിയിലായത് ധീരയിലെ പ്രവർത്തകൻ ഫാസിൽ. കരുതലിൽ മറ്റംഗങ്ങൾ.
ജില്ലാ ആശുപത്രി ജീവനക്കാരനെ മർദ്ദിച്ച പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കക്കാട് സ്വദേശി മുഹമ്മദ് ദിൽഷാദ്. അറസ്റ്റ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സെക്യൂരിറ്റി പവനന് വിരലുകളിൽ പരിക്ക്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ലഹരി വിരുദ്ധ കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകൻ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച കഞ്ചാവുമായി അറസ്റ്റിൽ. വാടിക്കൽ സ്വദേശി ഫാസിലാണ് കഞ്ചാവുമായി പഴയങ്ങാടി പോലീസിന്റെ പിടിയിലായത്. മാട്ടൂൽ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ്. ലഹരി വിരുദ്ധ കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകനാണ് പിടിയിലായ ഫാസിൽ. കഞ്ചാവുമായി ഇയാളെ പഴയങ്ങാടി പോലീസാണ് പിടികൂടിയത്. മാട്ടൂൽ മാടായി ഭാഗങ്ങളിലെ ലഹരി സംഘങ്ങളെ പിടികൂടാനുണ്ടാക്കിയ ധീര എന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. 100-ലധികം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് യുവാവെന്നും ഇയാൾ പിടിക്കപ്പെട്ടതോടെ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും കൂട്ടായ്മ അറിയിച്ചു. രാജീവ് ഫൗണ്ടേഷൻ നേതൃത്വ സംഗമം കണ്ണൂർ DCC ഓഫീസിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ റഷീദ് പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹം അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചുകൊണ്ട് 2 കോടിയുടെ പ്രോഗ്രാമായിരുന്നു സർക്കാരിന്റെ സഹായം, ആസൂത്രണ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തിന്. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഈ സംഘടനയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തെ പറഞ്ഞോട് ഇതൊക്കെ വല്ലതും നടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ മണ്ഡലത്തിൽ 1,68,00,000 രൂപയുടെ ജൈവ സമ്പത്തുകൾ സംരക്ഷിക്കുന്ന, കുടിനീരുകൾ സംരക്ഷിക്കുന്ന പശ്ചിമഘട്ട വികസന പദ്ധതി നടപ്പിലാക്കുന്ന അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. ഏതായാലും ആ ഒരു പ്രയാണത്തെ ഞാൻ ചെറുതായി കാണുന്നില്ല. അത് വലിയൊരു അവാർഡായിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റും ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റും വിഷനില് നമ്മൾ എഴുതി വെച്ചത് റീച്ച് ദ അൺറീച്ചബിൾ എന്നാണ്. എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് എത്തിപ്പെടുക എന്നതാണ് നമ്മുടെ അർത്ഥം. അത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയുടെ പേരിൽ അറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയെ കുറിച്ചൊക്കെ. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ബൈജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ BA നാരായണൻ, സജീവ് മാറോളി, അഡ്വക്കേറ്റ് TO മോഹനൻ, അജിത് മാട്ടൂൽ, CJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ ബദൽ വികസന നയങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയായ FSETO ഫെസ്റ്റോയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ഏച്ചൂർ ബസാറിൽ നടന്ന പരിപാടി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ V സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സംവിധാനം ഇല്ലാതാക്കിയെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ്. രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതേസമയം സാമൂഹ്യ നിലവാര സൂചികയിൽ എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിദരിദ്രരെ പോലും കണ്ടെത്തി ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന ബദൽ നയങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ നുണപ്രചരണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഒരു കൂട്ടം മാധ്യമങ്ങളും. അർഹതപ്പെട്ട കേന്ദ്ര സഹായം പോലും നൽകാതെ കേന്ദ്രം കേരളത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കാം, കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യവുമായി ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ ഫെസ്റ്റോ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തെ 30% വരുന്ന ജനതയാണ് ഇന്ത്യയിലെ തൊഴിൽ ശക്തി എന്ന് പറയാം. അതായത് 30% വരുന്ന ജനതയാണ് ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ളവർ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും വൃദ്ധജനങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെ തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്തവരോ ആയിരിക്കാം. ഈ 30%-ൽ 7% മാത്രമേ കൃത്യമായ വരുമാനം ലഭിക്കുന്ന തൊഴിലുള്ളൂ. ബാക്കി വരുന്ന 23% കുറിച്ചും ഈ കേന്ദ്ര ബഡ്ജറ്റിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു വികസിത രാഷ്ട്രത്തിന് വേണ്ടത്
GDP-യുടെ ഒരു നിശ്ചിത ശതമാനം തുക, ഏറ്റവും ചുരുങ്ങിയത് 6% തുകയെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് നീക്കിവെക്കണം. വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഉണ്ടായാൽ, മനുഷ്യവിഭവശേഷി ഉണ്ടായാൽ മാത്രമേ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ എന്നുള്ളതുകൊണ്ട് തന്നെ GDP-യുടെ 6% ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കേണ്ടതുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് തുകയൊന്നും തന്നെ നീക്കിവെക്കാതെ അത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ നോർത്ത് ഉപജില്ലാ സെക്രട്ടറി ദേവേശൻ ചാത്തോത്ത് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അജയകുമാർ, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രജീഷ് മാസ്റ്റർ, ഫെസ്റ്റോ പഞ്ചായത്ത് കൺവീനർ A രഞ്ജിത്ത്, KGOA ജില്ലാ കമ്മിറ്റി അംഗം K ധനേഷ് എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കക്കാട് സ്വദേശി മുഹമ്മദ് ദിൽഷാദാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു. ജില്ലാ ആശുപത്രി ജീവനക്കാരൻ മയ്യിൽ സ്വദേശി പവനനാണ് മർദ്ദനമേറ്റത്. സന്ദർശന പാസ് എടുക്കാതെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചത് തടഞ്ഞതിന് പിന്നാലെയാണ് അതിക്രമം ഉണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറയുകയും പിടിച്ചു തള്ളി താഴെയിടുകയുമായിരുന്നു. സംഭവത്തിൽ ജീവനക്കാരന്റെ കൈവിരലുകൾക്ക് പരിക്കേറ്റിരുന്നു. സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനൽകുമാർ, SI ധന്യകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ ആശുപത്രികൾക്കും ജീവനക്കാർക്കും എതിരായ അക്രമം തടയൽ നിയമപ്രകാരമാണ് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാലിന്യമുക്ത നവകേരളത്തിന് ഊന്നൽ നൽകി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് A പങ്കജാക്ഷൻ ബജറ്റ് അവതരണം നടത്തി. മുൻപാക്കി 6,21,12,327 രൂപയും 33,36,70,000 രൂപ വരവും 37,81,26,700 രൂപ ചെലവും 1,84,55,627 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. മാലിന്യമുക്തം നവകേരളത്തിനും പാലിയേറ്റീവിനും ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഉൾപ്പെടെയുള്ള സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും വയോജന പരിപാലനത്തിനും മുന്തിയ പരിഗണന നൽകും. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കും. പഞ്ചായത്തിലെ 5 ചെറുപട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കും. നമ്മുടെ പഞ്ചായത്തിനകത്ത് പൂർണ്ണമായിട്ടത് നിലവിൽ വരുത്തുക എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുപോലെ വാലിയേറ്റീവിന് നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് കാര്യക്ഷമമായി കുറച്ച് നമ്മൾ നടപ്പിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് നമ്മുടെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്, ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് വരുന്ന 20 വർഷക്കാലത്തിനുള്ളിൽ ലോകത്തിലുള്ള എല്ലാ വികസന രാജ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോകുന്നു എന്നതാണ്. അതിന്റെ വികസന സൂചികൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ പ്രസിദ്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ മുൻഗണനാക്രമത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോകണമെങ്കിൽ ഒരു വികസന സമ്പദ്ഘടന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ ആമുഖ പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KB പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ആശാവർക്കർമാരുടെ സമരത്തിൽ BJP ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കണ്ണൂർ കലക്ട്രേറ്റിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആശാവർക്കർമാരുടെ സമരപന്തലിൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിയെ എത്തിച്ചത് അത്ഭുതമുളവാക്കുന്നതാണെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അവിടെ പോയി. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും വേതനം നൽകുകയും ചെയ്തത്. ഇടതുപക്ഷത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു അത്. തൊഴിലുറപ്പ് ദിനങ്ങൾ സൃഷ്ടിച്ചതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന BJP സർക്കാർ ഇവർക്കൊന്നും ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. ഏതെങ്കിലും കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? Today, my dear sisters, we are suffering. We are suffering because of the economic policies of this government. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണമാകുന്നത്. In the budget that was placed, the budget for women's welfare, the budget for children's welfare, the budget for Dalits and scheduled tribes, that budget was cut and the budget for corporates was increased. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്തും സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയും
ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയും എല്ലാമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് വർദ്ധിച്ചത്. പരിപാടിയിൽ പി.കെ. ശ്രീമതി അധ്യക്ഷയായി. കെ. ശൈലജ MLA, അഡ്വക്കേറ്റ് പി. സതീദേവി, CS സുജാത, സൂസൻ കോടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8290, പവന് 66,320 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. പാപ്പിനിശ്ശേരിയിലെ കൈക്കുഞ്ഞിന്റെ കൊല സ്നേഹം പകുത്തുപോകുമോ എന്ന ഭയത്താൽ 12-കാരിയുടെ മൊഴിയിൽ പകച്ചു പോലീസ്. ഇതിനു മുൻപും വാക്സിനേഷൻ കാർഡ് ഉൾപ്പെടെ നശിപ്പിച്ചതായും മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തേക്കും. ലഹരിക്കെതിരെ മുൻപന്തിയിൽ നിന്ന് പൊരുതി സജീവ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ. സംഭവം വാടിക്കലിൽ. പിടിയിലായത് ധീരയിലെ പ്രവർത്തകൻ ഫാസിൽ. കരുതലിൽ മറ്റംഗങ്ങൾ. ജില്ലാ ആശുപത്രി ജീവനക്കാരനെ മർദ്ദിച്ച പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കക്കാട് സ്വദേശി മുഹമ്മദ് ദിൽഷാദ്. അറസ്റ്റ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സെക്യൂരിറ്റി പവനന് വിരലുകളിൽ പരിക്ക്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.